മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മൗലവിമാരുടെ വിവരക്കേട്. എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് കാന്തപുരം പേരിട്ടത് കൊണ്ടാണ്. അത് എന്റെ വിവരക്കേടാണ്. ഏറ്റവും വലിയ വൃത്തികെട്ട യുക്തിവാദിയാണ് ആര്. ജബ്ബാർ മാഷ് അങ്ങനെയല്ല, പൂർവ്വകാല യുക്തിവാദികളൊന്നും അങ്ങനെയല്ല. ഞങ്ങൾക്ക് അതൊക്കെ മുള്ളും മുരുക്കുമാണ്. പറഞ്ഞാൽ നമ്മുടെ ആരിഫ് ഹുസൈനോ കാന്തപുരം പേരിട്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച ജന്മായി. മർക്കസു സഖാഫത്ത് സുന്നിയിൽ അങ്ങനത്തെ സാധനങ്ങളെ പ്രൊഡക്റ്റ് നടത്തി പുറത്തുവിടുന്ന നേതാവിട്ട പേരാണ്. ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് കുഞ്ഞാടുകൾ കരുതാണ് ബാലുശ്ശേരി ഭയങ്കര മറുപടി കൊടുത്തിട്ടോ, ആളൊരു സംഭവാട്ടോന്നൊക്കെ. ഞാൻ പറഞ്ഞ വിഷയത്തിനെ അല്ല ഈ മറുപടി. മുജാഹിദ് മൗലവിമാരുള്ള അതാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ അർദ്ധയുക്തിയും സ്വയച്ഛപ്രകാരവും വ്യാഖ്യാനിച്ച് ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ നിരീശ്വരവാദികൾക്ക് തള്ളിക്കൊടുക്കാണ്. നിങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ പകുതിയിൽ നിന്നാണ് നിരീശ്വരവാദികൾ തുടങ്ങുന്നത്. ആ യുക്തിവാദി ഉണ്ടാക്കിയതാരാന്ന് ആ യുക്തിവാദിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പേരിട്ടുണ്ട് നശിച്ചു പോയത് ആ ജന്മം അല്ല, അത് വഹാബിയത്ത് പോയി നശിച്ചതാ. അവിടെ പോയിട്ടില്ലെങ്കിൽ ഈ പേര് മട്ടത്തിൽ അവിടെ ബാക്കിയുണ്ട്. അധികം നീന്തേണ്ട. അങ്ങനെ തന്നെ ഇനിയും പറയും ബാലുശ്ശേരി. അതുമോ തൊടാൻ നിനക്ക് നല്ല നിന്നെ പോലെ ഇനി 40,000 വന്നാലും അപ്പറഞ്ഞ ആശയത്തിൽ തൊടാൻ എന്റെ ഒരു പുരോഹിതന്മാർക്കും കഴിയൂല. അതാണ് എന്റെ വിഷയം. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വഹാബിസം യുക്തിവാദമാണ്. അത് യുക്തിവാദത്തിലേക്ക് മുസ്ലിമീങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏടാകൂടമാണ് എന്നതാണ് ചങ്ങാതി എന്റെ വിഷയം. അത് തന്നെ ഞാൻ അവതരിപ്പിച്ചത്. അതിനെ തൊടാൻ നിന്റെ ഈ കുളൂസ് കൊണ്ട് സാധിച്ചിട്ടില്ല. ബാലുശ്ശേരിക്ക് മറുപടി പറയാൻ പറ്റിയത് ആ സാധനം തന്നെയാണ്. ഏത്? ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ യുക്തിവാദി ഉണ്ടല്ലോ, അച്ചങ്ങാതി തന്നെ പറയട്ടെ ഇതിൽ പാല് പറഞ്ഞതാ ശരി എന്നുള്ളത്. ഓന്റെ അനുഭവം ഓനാണല്ലോ പറയേണ്ടേ. പേരിട്ടത് കൊണ്ടല്ല നിരീശ്വരവാദി ആയത്, വഹാബി ആയതുകൊണ്ടാണ്. എന്നാൽ ബാലുശ്ശേരി പറയുന്നത് പേരിട്ടത് കൊണ്ടാണ്. എന്നാ യുക്തിവാദി ആയ ചങ്ങായി പറയട്ടെ എങ്ങനെയായത് എന്നുള്ളത്. എന്തുകൊണ്ട് ഞാൻ മതം വിട്ടു? പേര് എനിക്ക് AP അബൂബക്കർ ഇട്ടതുകൊണ്ടാണോ ഞാൻ മതം വിട്ടത്? ഇങ്ങനെ പറഞ്ഞാണ് ആള് തടി തപ്പുന്നത്. സംഗതി പറഞ്ഞത് ചങ്ങായി ആണെങ്കിലും അപ്പറഞ്ഞത് കാര്യം ആര് പറഞ്ഞാലും കേൾക്കണല്ലോ. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇവിടെ ആ സക്കാഫി പറഞ്ഞത് തന്നെയാണ് ശരി. അതാണ്. അത് മൂക്കുകീപ്പെട്ടായ എല്ലാവരും അങ്ങനെ പറയുള്ളൂ. ആർക്കപ്പ് തിരിയാ. ഇവിടെ മതം ഉപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ എടുക്കാം, എന്നിട്ട് അവര് പോയ ആ ഒരു വഴി നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ചാൽ ഒരീസെങ്കിലും വഹാബിയത്ത് പോയി കിടന്നിട്ടേ പോകുള്ളൂ എന്നാണ് പോയ ചങ്ങായി പറയുന്നത്. പ്രസവിച്ച പെണ്ണ് പറയാണ് സുഖപ്രസവാണ്. കണ്ടിക്കണ ബാലുശ്ശേരി വേദന ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് ഇതിന്റെ കാരണം. അല്ലാതെ AP ഉസ്താദ് പേരിട്ട ആളുകൾ പേരിട്ടതുകൊണ്ടാണ് ഞാൻ മതം വിട്ടതെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ AP ഉസ്താദ് എത്ര പേർക്ക് പേരിട്ടു എന്നും ആ പേരിട്ട ആളുകൾ മുഴുവൻ ഇതേപോലെ മതം വിട്ടോ എന്നും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്റെ പൊന്ന് ബാലുശ്ശേരി. എന്നിട്ടല്ലേ ഈ തരം ഇച്ചങ്ങായിന്റെ റേഞ്ചെങ്കിലും മറ്റോനുണ്ട് ഞാൻ കരുതി. ബാലുശ്ശേരി ഇത്ര ലോക്കലായി പോകാൻ പാടുണ്ടോ? ഇനി പറയുന്നുണ്ട് ഒരീസെങ്കിലും പോയി കടന്നിട്ടേ വഹാബിയാകുള്ളൂ. ഏതൊരു മുസ്ലിമിനെ നിങ്ങൾ എടുത്ത് വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ജനിച്ചു വീഴുന്ന ഒരു സുന്നി കുടുംബത്തിലാണ് എന്നുണ്ടെങ്കിൽ അവൻ മതം വിടുന്നതിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും അവൻ ഈ പറയുന്ന മുജാഹിദ് ആശയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇവനും പോയിക്കണേ. ഇവൻ AP ഉസ്താദ് പേരിട്ട കോലത്തിൽ ആ സുന്നിയിൽ നിൽക്കുകയാണെങ്കിൽ ആള് നല്ല മൊഞ്ചായിട്ട് നമുക്ക് കിട്ടീനെ. പക്ഷെ അവിടുന്ന് വഹാബികൾ അപ്പുറത്തേക്ക് എത്തിച്ചതോട് പിന്നെന്തായി? നൂല് പൊട്ടിയ പട്ടം പോലെ പിന്നെ എവിടെ എത്തും എന്ന് പറയാൻ പറ്റൂല.